ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെയല്ലേ? ഇപ്പം നമ്മളിവിടെ സുഖമായിട്ടിരിക്കണം. നിങ്ങൾക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് ടൈമാണ് നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ സൗദി റൂമിലെ വിശേഷങ്ങളും കുറച്ച് കുഞ്ഞു വിശേഷങ്ങളും ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന വീഡിയോസുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ കൂടെ തന്നെ ഉണ്ടാവണം. പിന്നെ 2 ദിവസങ്ങളായിട്ടുള്ള വീഡിയോ കേട്ടോ ഇതിൽ കാണിക്കുന്നത്. നീച്ചുട്ടനും എന്താ അത്ര സന്തോഷം ചോദിച്ചാൽ അവന് അൽബൈക്കിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ അവൻ്റെ ഇന്നത്തെ എക്സാമും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മദ്രസയിൽ. അപ്പോൾ ഇന്നത് കഴിഞ്ഞതിൻ്റെ നല്ലതിൽ എഴുതിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ ഈ കാണിക്കുന്നത്. പിന്നെ നമ്മളെ ബോക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ ഇട്ട് കുറച്ച് നേരം അവർ കൂടെ കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പോയി കിടന്നത് കേട്ടോ. പിറ്റേന്ന് ഫ്രൈഡേ മദ്രസ ഉണ്ട്. ഫ്രൈഡേ മദ്രസ ഉണ്ടെന്ന് നാട്ടിൽ മദ്രസ ഇല്ല, പക്ഷേ ഇവിടെ ഫ്രൈഡേ മദ്രസ ഉണ്ട് കേട്ടോ. രാവിലെ 10:00-ലാണ് മദ്രസ. അപ്പോൾ മദ്രസയിൽ പോകണം. അപ്പോൾ കുറച്ച് നേരം റൂമിൽ തന്നെ ഇരുന്ന് അങ്ങനെ പാട്ടൊക്കെ ഇട്ട് കുറച്ച് നേരം കളിച്ച് അവരെ കൂടെ ഞങ്ങളും ഇരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഫിദമോള് ഭയങ്കര വീഡിയോ എടുക്കലാണ് കേട്ടോ അവിടെ. അങ്ങനെ ഫ്രൈഡേ രാവിലെ തന്നെ മക്കൾ മദ്രസയിൽ പോയിട്ടോ. നേരത്തെ അവർ പോയി. ഇനി അവരൊരു 10:30-11 മണിയൊക്കെ ആവും കേട്ടോ എത്തുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞ് നേരെ പള്ളിയിൽ പോകാനുണ്ടാവും. അപ്പം നമുക്കിവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. മക്കളൊക്കെ പോയി. ഫിദമോൾ ഉറങ്ങാണ്, എണീറ്റിട്ടില്ല. അപ്പോൾ നമുക്ക് അടുക്കളയിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ അവൾ എണീക്കുമ്പോഴത്തിന്. പിന്നെ ഇപ്പം നല്ല ചൂടാണ് സൗദിയിൽ. ഇവിടെ അറിയാലോ, നല്ല ചൂടാണ് കേട്ടോ. നാട്ടിൽ നല്ല മഴയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കുക. ദുആ ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. കാരണം എല്ലായിടത്തും കുറേ സ്ഥലത്ത് വെള്ളം കയറിയിട്ടുണ്ട്, മണ്ണിടിച്ചിലുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് ന്യൂസ് കൂടെയൊക്കെ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. നമുക്കിവിടെ നല്ല ചൂടുമാണ് കേട്ടോ. അപ്പോൾ അടുക്കളയിലും നിൽക്കാൻ കഴിയില്ല, അത്രയ്ക്ക് ചൂടാണ്. പിന്നെ ഇത് നല്ല കളർഫുള്ളായിട്ട്, നല്ല അത്തപ്പൂക്കളൊക്കെ ഇട്ട പോലെ നല്ല കളർഫുള്ളായിട്ട് കാണുന്നില്ലേ? എനിക്കിങ്ങനെ അരിഞ്ഞൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ച് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് നോർമൽ റൈസിലാണ് ഉണ്ടാക്കുന്നത്. ബസ്മതി റൈസിലാണ് ശരിക്കും ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കിയെടുക്കുക. പക്ഷേ നമ്മളിത് നോർമൽ റൈസിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ടേസ്റ്റിനൊട്ടും കുറവും ഉണ്ടാവില്ല. നല്ല നമുക്ക് വേണ്ട വെജീസൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പറായിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് നമുക്ക് വേണ്ട വെജീസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നോർമൽ നല്ലൊരു റിഫൈൻഡ് ഓയിലിൽ ഇട്ടിട്ട് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ചെയ്യാൻ നല്ലോണം കുക്ക് ചെയ്യേണ്ട, ഒരു നോർമൽ ഇതിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് ഹോട്ട് സോസും അതുപോലെ സോയാ സോസും ഒക്കെയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഉപ്പും അതുപോലെ തന്നെ പെപ്പർ പൗഡർ കേട്ടോ. അത്രയേ ഉള്ളൂ ഇതിലേക്ക് വേണ്ടത്. ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ള വെജീസ് ഏതൊക്കെയെന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇഞ്ചി വെളുത്തുള്ളി വേണം, അതുപോലെ ക്യാരറ്റ്, ക്യാബേജ് വേണം. ക്യാബേജിൻ്റെ കയ്യിൽ വെള്ളയും വയലറ്റും ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ 2 ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ക്യാപ്സിക്കം വേണം, സവാള വേണം, ഗ്രീൻ പീസ്, മല്ലിച്ചപ്പ്, അതുപോലെ ബീൻസോ പയറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇടണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്പ്രിംഗ് ഓണിയന് സ്കിപ്പ് ചെയ്യാതെ നോക്കണം. അത് നമ്മളെ ഫ്രൈഡ് റൈസിന് കൂടുതലൊരു സോഫ്റ്റും കാര്യങ്ങളും അതുപോലെ നല്ലൊരു സ്മെല്ലൊക്കെ നല്ലൊരു ഫ്ലേവർ നൽകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാതെ നോക്കണം. സ്പ്രിംഗ് ഓണിയനും അതുപോലെ തന്നെ മല്ലിച്ചപ്പും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് സ്ക്രാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മുട്ടയും വേണമായിരുന്നു.
അപ്പോൾ ഇത്രയും വെജിറ്റബിൾസാണ് കേട്ടോ ഞാൻ അതിലിട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, അതിന് കുഴപ്പമില്ല. പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് ബോട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ഫ്രൈഡ് റൈസ് സ്പെഷ്യലായിട്ട് നമ്മൾ ബോട്ടിയാണ് കേട്ടോ കൂടെ ഉപയോഗിക്കുന്നത്. മുട്ട വേണമെന്ന് പറഞ്ഞാൽ മുട്ട അതുപോലെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഇതിലോട്ട് നമ്മൾ ഉപ്പും പെപ്പർ പൗഡറും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അത് മാത്രം ഇട്ടിട്ട് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക ചെയ്യുക. കുഞ്ഞു കുഞ്ഞു ആക്കിയാണ്ട് ചിക്കി എടുക്കണം കേട്ടോ. നമ്മൾ മുട്ട ചിക്കി എടുക്കുമല്ലോ അതുപോലെ ചിക്കി എടുക്കണം. നമ്മൾ മസാലക്കൂട്ടൊക്കെ ഇവിടെ റെഡിയാക്കി വെജിറ്റബിൾസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മിക്സ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ നല്ല ഓവർ കുക്ക് ആവാതെ നോക്കണം കേട്ടോ. അതുപോലെ നല്ല മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതാണ് ഇതിന് കൂടുതൽ നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടത് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ റൈസും ഓവർ കുക്കായി പോകരുത്, നല്ലോണം വെന്ത് പോകരുത് കേട്ടോ അതിൻ്റെ റൈസും കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ല വല്ല സ്പാച്ചിലെ കാര്യങ്ങളോ അങ്ങനെ എടുത്തിട്ട് മിക്സ് ചെയ്യാൻ നോക്കണം. അല്ലാതെ ആകെ കുഴഞ്ഞു പോകും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തെടുക്കാനേ എടുക്കണം കേട്ടോ. അങ്ങനെ നല്ലോണം ഒന്ന് മിക്സായി ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. ഫുഡൊക്കെ റെഡിയാക്കുമ്പോൾ തന്നെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിച്ചുട്ടനും ബാവയും കൂടെയും പള്ളിയിൽ പോയിട്ടുണ്ട്. അന്ന് കുറച്ച് വന്നപ്പോൾ തന്നെ കുറച്ച് നേരം വൈകിപ്പോയി. അപ്പോൾ നേരെ അവരെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് അവർ പള്ളിയിൽ പോയി കേട്ടോ. അപ്പോൾ ഫിനിമോൾ ഇവിടെ നല്ല ക്ലീനിങ്ങിലാണ്. പിന്നെ ക്ലീൻ ചെയ്യാനും അടിച്ചു വരാനും തുടക്കാനും അങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തു വെക്കാനും അങ്ങനെ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. മക്കൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നീ അടുക്കളയിൽ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഫിദമോളെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഈ ഇതിൽ ഇങ്ങനെ പിടിച്ച് കയറുക എന്നുള്ളത്. അവൾ ഓരോ സാധനങ്ങൾ അതിൻ്റെ മുകളിൽ വെക്കും, അവൾ പിടിച്ച് കയറും. ഇതന്നെ പണി കേട്ടോ. പിന്നെ ഇത് നമുക്കൊരു ഹദിയ കിട്ടിയിട്ടുള്ള സാധനം കേട്ടോ, ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇത് നമ്മളെ റൂമിൻ്റെ അടുത്തത്തെ ഒരു പോവാണ്, വേറെ റൂം മാറി പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ ഗിഫ്റ്റായിട്ട് തന്നാണ് കേട്ടോ. ഇവർ നൈസാണ്. അപ്പോൾ അവർ ക്ലിനിക്കിൻ്റെ അടുത്ത് തന്നെ നല്ല വേറെ റൂം കിട്ടി. അപ്പോൾ അവർ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവർ തന്നതാണിത് നമുക്ക്. പക്ഷേ അത് നല്ലൊരു ഇതായിട്ടോ, മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. നല്ല വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഉള്ള നല്ലൊരു വണ്ടി കേട്ടോ, നല്ലൊരു കാറ്. ഫിദമോക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിട്ടോ. അവൾ നല്ല കളിയിലാണ്. അവർക്കും ഉണ്ട് കേട്ടോ, അവർക്ക് 2 മക്കളുണ്ട്. അവർ ഇവിടെ ഇടയ്ക്ക് വന്ന് കളിക്കാറും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. സുഡാനികളാണ്, പക്ഷെ നല്ല ആളുകളാണ് കേട്ടോ. പക്ഷെ നമുക്ക് അവരിപ്പോൾ ഏതായാലും പോയതുകൊണ്ട് ഇനി അവിടെ വേറെ ആൾക്കാർ വരുന്നുണ്ട്. റൂം കാലിയാവുന്നൊന്നുമില്ല. അവിടെ വേറെ ആൾക്കാർ വേറെ നാട്ടുകാർ വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു വൈറ്റ് കാറ് നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. നിച്ചുട്ടൻ ചെറിയ കുട്ടിയായപ്പോഴൊക്കെ ഇവിടെ യൂസ് ചെയ്തിരുന്ന കാറാണ്. പിന്നെ ഇപ്പോൾ കുറേ ആയിട്ട് അതിൻ്റെ ബാറ്ററിയൊക്കെ പോയി വേറെ ബാറ്ററിയൊക്കെ ഇട്ട് യൂസ് ചെയ്തിരുന്നു. പക്ഷെ എന്നാലും ഇപ്പം അത് കൊണ്ട് കളഞ്ഞിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ പോയപ്പോൾ. അപ്പോൾ അതാക്കണം അടുത്തത് നമുക്ക് ഗിഫ്റ്റായിട്ട് വേറൊരു കാറ് കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അതിനിടയിൽ സിബിലി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് രാവിലെ കുറച്ച് ഫ്രൈഡേ ആയാലും രാവിലെ കുറച്ച് നേരം ഡ്യൂട്ടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കുറച്ച് നേരം കടന്നുറങ്ങി ഒക്കെ എണീറ്റ് അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്തിറങ്ങാണ് കേട്ടോ. മരിപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്, വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ മുനിക്കൊരു സാധനം വന്നിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അപ്പോൾ അത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ സിബിലിനെ റൂമിലാക്കണം. അപ്പോൾ കൂടെ ഞങ്ങളും പോവുകയാണ്. സ്പെഷ്യലായിട്ട് വേറെ എങ്ങോട്ടും പ്രത്യേകിച്ച് പോകാനൊന്നുമില്ല. പിന്നെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പോണ ആൾക്കാരൊക്കെ ഇപ്പോൾ നാട്ടിൽ പോയിക്കണം. ഷെഫീഖാക്കി ഫാമിലി ആയാലും ബാവക്കാക്കി ഫാമിലി ആയാലും ഒക്കെ ഇപ്പോൾ ഓരൊക്കെ ഇപ്പോൾ നാട്ടിലെത്തിയിട്ടോ. ഇപ്പോൾ ഇവിടെ വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ വീഡിയോയിൽ ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഇനി അവരൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഫ്രൈഡേ ആകുമ്പോൾ തുടങ്ങും എങ്ങോട്ടേലും പോവല്ലേ എവിടെയെങ്കിലും പോവല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിക്കും കേട്ടോ. പിന്നെ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് എവിടെയെങ്കിലും പുറത്ത് പോകലാണ്. പക്ഷേ ഈ ഫ്രൈഡേ മുതൽ ഈ ആഴ്ച മുതൽ ഇനി അവരില്ല കേട്ടോ, നമ്മളെ കൂടെ വീഡിയോയിലൊന്നും ഉണ്ടാവില്ല. പിന്നെ രാവിലെ ഒന്നും എവിടെ ഇറങ്ങാനും തോന്നൂല കേട്ടോ, കാരണം അത്രയ്ക്ക് ചൂടാണ്. അറിയാത്ത ചൂട് എന്താണെന്നാ പിന്നെ ഇവിടെ നിൽക്കണവർക്കേ അറിയുള്ളൂ കേട്ടോ, കാരണം അത്ര ചൂടാണ് കേട്ടോ. നാട്ടിൽ നല്ല മഴയാണ്, ഇവിടെ നല്ല ചൂടുമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം റൂമിൽ തന്നെ ഇരിക്കല്. പിന്നെ ഈ ആഴ്ച ഇനി വേറെ അങ്ങോട്ടും കറങ്ങാനും അങ്ങനെയൊന്നും പോകാനും ഉദ്ദേശിക്കുന്നുമില്ല കേട്ടോ. മക്കൾക്ക് എക്സാമും കാര്യങ്ങളും ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് തീരട്ടെ, എന്നിട്ട് ഇനി എങ്ങോട്ടേലൊക്കെ ഒന്ന് പോകുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ സാധനം കൊടുക്കാണ്ടായതുകൊണ്ട് വീണ്ടും ഒന്ന് പോയി വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ അസീസിയയിൽ മുനീൻ്റെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇത് അവൻ്റെ ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ, പുതുതായിട്ട് ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയോ ഓഫറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭാഗം അവിടെ കയറി നോക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനെന്ന് പറഞ്ഞിട്ട് അവിടെ കയറി നോക്കുകയാണ്. ഞാൻ ഇവിടെ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. മക്കളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് മുനീൻ്റെ ഷോപ്പാണിത്. അപ്പോൾ ഇവിടെ കയറി പോയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ അവന് മൊബൈലിൻ്റെ ഷോപ്പാണ് കേട്ടോ. അവിടെ സെയിൽസ് സർവീസും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ അവരൊന്ന് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫിദമോക്ക് പിന്നെ മുനീനെ കിട്ടിയാൽ മതി, പിന്നെ വേറെ ആരും വേണ്ട. അപ്പോൾ അവരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ മുനിക്കായിട്ട് നാട്ടിൽ നിന്ന് കൊടുക്കുന്ന സാധനം അവൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് അവർ പിന്നെ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. മുനീൻ്റെ തന്നെ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് ഭാഗക്കൊരു ഷർട്ടൊക്കെ അവർ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കാൻ അവർ കയറി. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ നേരെ മുകളിൽ തന്നെ ആയിട്ട് മുകളിൽ ഭാഗത്തായിട്ട് അവൻ്റെ വേറൊരു ബക്കാലുണ്ടായിരുന്നു കേട്ടോ. അവിടെ അവന് പിസ്സയൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുനിക്ക് ഇപ്പോൾ 2 ദിവസം മുന്നേ സൗദി ലൈസൻസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ട്രീറ്റ് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ കഴിച്ച് അവിടുന്ന് പോകുന്ന സിബിലീനെ അവൻ്റെ റൂമിൽ ആക്കി നമ്മൾ തിരിച്ച് റൂമിൽ വന്നു കേട്ടോ. ഇതാണ് കേട്ടോ ആ പറഞ്ഞ ഷർട്ട്. ഞാൻ തന്നെ ഇവിടെ റൂമിൽ വന്നപ്പോഴാണ് ശരിക്കും കാണുന്നത്. അപ്പോൾ ഈ വീക്കെൻഡ് തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും സന്തോഷങ്ങളൊക്കെ ആയിട്ട് ഈ വീക്കെൻഡ് അങ്ങനെ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത വീക്കെൻഡ് നോക്കാം. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.